ഇപ്പം നേരത്തെ കോൺഗ്രസ് ഭരിച്ച പോലെ ഇരുന്ന സമയത്ത് ഇവർക്ക് ഇഷ്ടം പോലെ പണം വിദേശത്തു നിന്ന് കൊണ്ടുവരായിരുന്നു. അതേപോലെ അവരെ സഹായിക്കാൻ ഇഷ്ടം പോലെ ജമാഅത്തിയുടെ ഈ പറയുന്ന പല ആൾക്കാരും ഉണ്ടായിരുന്നു. ഇതേപോലെയുള്ളൊരു ഫണ്ടിങ് ഇന്ന് ജമാഅത്തി ഇസ്ലാമി, കാരണം പത്രം നടത്താൻ ഫണ്ട് കൊടുക്കുമ്പോൾ ഏജൻസികളുടെ എൻക്വയറി വരും. അതേപോലെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഏജൻസിയുടെ മറ്റ് നൂറോളം പല ചോദ്യങ്ങളുണ്ട്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായി. അതേപോലെ തന്നെ ജമാഅത്തിക്ക് ഫണ്ട് ചെയ്ത പല ആൾക്കാരും, അതായത് വിദേശത്തു നിന്ന്, അവർക്ക് അവിടെ നോട്ടീസ് ചെല്ലാൻ തുടങ്ങി, അതായത് വിദേശത്ത്. ആ നോട്ടീസ് ചെന്നതോടുകൂടി ഇവർക്ക് പേടിയായി എയർപോർട്ടിൽ വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്യുമെന്ന്. അതുകൊണ്ട് ആ ഒരു പരിപാടി അങ്ങ് നിർത്തി. പിന്നെ നേരത്തെ ഈ ഹവാല പരിപാടികളുണ്ട്, അത് ശരിക്കും അങ്ങ് കുറഞ്ഞു. കാരണം ഇതെല്ലാം ഈ പറയുന്ന പോലെ ജമാഅത്തിയെ സംബന്ധിച്ച് അവർക്ക് ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇതെല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യണം. ഓരോ വെർട്ടിക്കൽസിൽ നിന്ന് എവിടെ നിന്നാണ് ഈ പണം വന്നത്, അപ്പം അതിനെപ്പറ്റി ഓഡിറ്റ് ചെയ്യും. ആരാണ് പണം വന്നത്, ഏത് ചാനലിൽ കൂടാണ് വന്നത്, അതിനെപ്പറ്റി എൻക്വയറി ഉണ്ടാകും. കാരണം അതായത് സാലറി ഹെഡ്സിൽ എവിടെയാണ് ഈ പണം കൊടുക്കുന്നത്, മറ്റുള്ള എക്സ്പെൻസിൽ എവിടെയാണ് പണം കൊടുക്കുന്നത്, ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകും. ഇതിന്റെ എല്ലാം പേരിൽ സാർ പറയുന്നത് ഈ പറയുന്ന വിദേശ ഫണ്ടിൽ നിന്നാണോ ഈ മാധ്യമം, പത്രവും, മീഡിയ ചാനലുകൾ ഇവരെ റൺ ചെയ്തുകൊണ്ടിരുന്നത്? അവർക്ക് ഇവിടെ ഒരു ട്യൂഷൻ ബേസും അഡ്വർടൈസ്മെന്റ് ബേസും മറ്റു റവന്യൂ ബേസും ഇല്ലാന്നാണ്. കാരണം ഞാനും പത്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നീയും പത്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം സബ്സ്ക്രിപ്ഷനിൽ എത്ര പണം കിട്ടുന്നത്. ഒരു പത്രം റൺ ചെയ്യാൻ വേണ്ടി എവിടുന്നാണ് മേജറായിട്ടുള്ള ഫണ്ടിങ്, അതായത് ഗവൺമെൻറ് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട് ഇത്ര ശതമാനം. അപ്പോൾ ഈ പത്രത്തിൻ്റെ സർക്കുലേഷൻ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന ഗവൺമെൻറ് ഫണ്ടിങ് എന്ന് പറയുന്നത്, അതായത് ഗവൺമെൻറ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന ടാരിഫ് അനുസരിച്ച് നല്ലപോലെ കുറയും. രണ്ടാമതെന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ അല്ല, പിന്നെ സബ്സ്ക്രിപ്ഷൻ പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരുടെ ഫണ്ട്, പത്രം വീട്ടിൽ കൊണ്ടിടുന്നവരുടെ പണം, ഇതൊക്കെ ആരും കൊടുക്കും? സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് അല്ല ഒരു പത്രം റൺ ചെയ്യുന്നത്. പത്രം റൺ ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ അതേപോലെ ആയിരിക്കണം. ഒരു പത്രം അതിൻ്റെ കോപ്പിക്ക് ഇത്ര രൂപ വെച്ച്, കാരണം അത്ര രൂപ വെച്ച് കോപ്പി കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ വാങ്ങത്തില്ല, കാരണം പണം കൂടുതലാണ്.